രീതിയിലായിപ്പോയിട്ടോ. എന്തായാലും ഞാൻ അതിലേക്ക് ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ അരി ഒന്ന് കുതിർത്ത് വെച്ചേലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ അരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി തിളച്ചതിന് ശേഷമാണ് കേട്ടോ അരി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കപ്സ റൈസ് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി എടുക്കും, അല്ലാതെ ഇപ്പോൾ മസാല ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ കുക്കറിൻ്റെ വിസിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ വിസിലൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് എയറൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, കുഴഞ്ഞും പോയിട്ടില്ല, എന്നാൽ കട്ട പിടിച്ചിട്ടുമില്ല കേട്ടോ. ആ രീതിയിൽ തന്നെ ചോറൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദേ ചിക്കനും നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ചിക്കൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്നറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ അധികം ചിക്കനൊന്നും ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. പിന്നെ എരിവൊക്കെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിൽ സാധാരണ പച്ചമല്ലി അങ്ങനെ ചേർക്കുകയാണ് ചെയ്യാറ്. പിന്നെ നാരങ്ങ, നമ്മളെ ഉണക്ക നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നല്ലേ. അങ്ങനെ ഇപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ സമയമൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ ഏകദേശം. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സേവ് ചെയ്ത് വെക്കാനാണ് കേട്ടോ. മക്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് ചോറൊക്കെ ഒന്ന് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിപ്പോൾ ഞാൻ മോളുടെ വണ്ടിയാണ് കേട്ടോ, പാത്തൂസിൻ്റെ. അപ്പോൾ ഇത് നാശമായിട്ടുണ്ട്, ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അവളിങ്ങനെ ഇരിക്കുമ്പോൾ താന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലെ കുപ്പിയും പാട്ടയൊക്കെ കൊണ്ടുപോകാൻ വരില്ല, അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ചെടിയൊക്കെ ഒന്ന് നനച്ചെടുക്കാമെന്ന് വെച്ചിട്ടോ. ഒന്ന് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇല്ലാത്ത കാരണം എന്താ വെച്ചാൽ ഇവിടെ തുണികളൊക്കെ ഞാൻ ഒരു അലമാര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സും പുതിയ ഡ്രസ്സും എല്ലാതും കൂടി അതിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു അലമാരയിൽ പുതിയ ഡ്രസ്സുകൾ മാത്രം, പിന്നെ എല്ലാം കട്ടിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെട്ടിയിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചായിരുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോയി വരുമ്പോഴേക്കും കട്ടിൻ്റെ അടിയിലൊക്കെ പൂച്ച പ്രസവിക്കുക, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുമോ, പാമ്പൊക്കെ കയറിയിരുന്നാൽ പോലും അറിയില്ല കേട്ടോ. അങ്ങനെ പേടിയായിട്ട് ഉമ്മ ഇപ്പോൾ ഒരു അലമാര മേടിച്ച് തന്നിട്ടുണ്ട്. അത് പഴയത് ഒരെണ്ണം കിട്ടിയതാണ് കേട്ടോ, കുറഞ്ഞ വിലയ്ക്ക് ഒരെണ്ണം കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഞാൻ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒതുക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് വേറെ വീഡിയോസൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ കട്ടിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അതൊക്കെ എടുക്കുമ്പോൾ നിറച്ച് മാറാമ്പലും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ വേണം കേട്ടോ എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അടിച്ചു വാരാറില്ല കേട്ടോ. പക്ഷേ ഇന്നലെ വൈകിട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെയാണ് കേട്ടോ ഞാൻ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂട്ടർ കിടക്കുന്ന കണ്ടിട്ട് ആരെ സ്കൂട്ടറാണ്, എൻ്റെ സ്കൂട്ടറാണ്. ഞങ്ങളെ വീട്ടിലത്തെ സ്കൂട്ടറല്ല കേട്ടോ, തൊട്ട് മുമ്പിലത്തെ വീടിൻ്റെ അവിടെ പൊളിച്ചിട്ടുണ്ട് അവർ വീട് പണിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ശരിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്, പകുതി പൊളിച്ചിട്ടുള്ളൂ, ബാക്കിയും കൂടി പൊളിക്കണം, അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ വെക്കാൻ പറ്റാത്ത കാരണമാണ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ ചെടി നനക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ദിവസം ഞാനത് കാരണം അകത്താക്കിയിട്ട് അവിടെ നിന്ന് മുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.